ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പട്ടാണി ഫ്രൈ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഫ്രൈ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലോട്ട് നമ്മൾ കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീൻ ബീൻസ് ഇല്ലേ, അതെടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് അതൊന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു നല്ലതുപോലെ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം എടുത്തു കൊടുക്കുക. ഇത് കുതിർന്നു വരുമ്പോഴത്തേക്ക് പൊങ്ങി വരും. അപ്പം വെള്ളം കുറച്ച് തോനെ എടുക്കുക. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 8 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പൊ 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതുപോലെ കുതിർന്ന് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉപ്പ് തോന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. നല്ലതുപോലെ തോനെയും വെള്ളമായിട്ടുള്ളതെല്ലാം അങ്ങ് പോകത്തക്ക രീതിയിൽ ഒന്ന് തുടച്ചെടുക്കുക. ഇപ്പൊ ഞാനിത് നല്ലതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചു. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലും നല്ലതുപോലെ ചൂടായി വരട്ടെ. നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് കോരി മാറ്റാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ നട്ട്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ചൂട് ചായയുടെ കൂടെ ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ഹാവ് എ നൈസ് ഡേ.